സുഹൃത്തുക്കളെ, എൻ്റെ നിലകളിലേക്ക് മധു നായർ വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ദിലീപ് അതിജീവിത കേസിൻ്റെ കാര്യം എൻ്റെ ചില തോന്നലുകൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതിജീവിത മുഖ്യമന്ത്രിയെ കാണുകയും അവർക്ക് നീതി കിട്ടിയില്ല, അവരോടൊപ്പം കൂടി നല്ലൊരു വിഭാഗം, കൂടുതലും സിനിമാ ലോകത്തുള്ള സ്ത്രീകളാണെന്ന് തോന്നുന്നു, അവർക്ക് നീതി കിട്ടിയില്ല. ഇങ്ങനെയുള്ളൊരു മുറവിളിയാണ്. അത് പോയിട്ട് ദിലീപിനെ ഏതൊരു തെളിവുമില്ലെങ്കിലും വെറുതെ വിട്ടത് ഒട്ടും ശരിയാവില്ല. ഇതൊക്കെയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വളരെ ഇതായിട്ട് അരങ്ങ് തകർക്കുന്നത്. എൻ്റെ സംശയം ഇതാണ്, ഇപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് പങ്കെടുത്ത 6 പേരെയും ജയിലിലടിച്ചു. തൂക്കിക്കൊല്ലാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല, 20 കൊല്ലത്തേക്കുള്ള ജയിൽ ശിക്ഷയാണ്. ഇതിനപ്പുറമായിട്ട് എന്ത് ശിക്ഷയായിരിക്കും നൽകുന്നത്? അവരെ പിടിക്കാൻ ഒത്തില്ലെന്നുണ്ടെങ്കിൽ ശരി, അവർക്ക് നീതി കിട്ടില്ല എന്ന് പറയും. അതൊരു കാര്യം. അപ്പോൾ അതിനെതിരായിട്ട് സർക്കാർ ഇപ്പോൾ അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവേണ്ടത് ഈ ജയിലിലടച്ച 6 പേരെ ശിക്ഷിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ള അപ്പീലായിരിക്കുമോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ നീതി ഇല്ലാതാക്കുകയല്ലേ ചെയ്യണത്. പിന്നെ ദിലീപിനെ എങ്ങനെയെങ്കിലും തൂക്കി അകത്താക്കണമെന്നും പറഞ്ഞിട്ടൊരു അപ്പീൽ കൊടുക്കാൻ സാധിക്കുമോ? അതിനുവേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു റീഇൻവെസ്റ്റിഗേഷൻ. ഇതിനകത്ത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത് ഒരു ഗൂഢാലോചനയുണ്ട്. പക്ഷേ ആ ഗൂഢാലോചന ദൈവം മാത്രമേ ചെയ്യുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിട്ട് ആ തരത്തിലുള്ള സൂചനകൾ പലതും കിട്ടിയിട്ട് അത് അന്വേഷിക്കാതിരിക്കുന്ന കാര്യമുണ്ടല്ലോ. ഇതിന് ഒട്ടും തന്നെ ശരിയല്ല. ആ തരത്തിലുള്ള ഒരു നീക്കം അതിന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ISRO കേസിൽ നമ്പിനാരായൺ ധൈര്യമായിട്ട് വർഷങ്ങളോളം നിന്ന് വളരെ ബ്രില്യൻ്റായിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തിന് നീതി ലഭിച്ചതുപോലെ ഉള്ള വക്കീൽ സംരംഭത്തോടുകൂടി ദിലീപ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സൂചന കിട്ടുമായിരിക്കും. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ഇന്ന് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞു. തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനത്ത് ആദ്യമായിട്ട് BJP അധികാരത്തിൽ മേയറായിട്ട് അവരുടെ ആൾ മേയറായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ കൗതുകരമായി നിരീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം എന്താ പറയുക ക്രെഡിബിലിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസർ, ഒരു സ്ത്രീ, ശ്രീലേഖ, അവരെ രംഗത്തിറക്കി. അതൊരു പ്രധാനപ്പെട്ട ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് അവരെ ജയിപ്പിച്ചു. ഈ ഒരു കാര്യമാണ് അത്രയധികം ജനസമ്മതി ഈ പാർട്ടിക്ക് ഈ ഇലക്ഷനിൽ നേടിക്കൊടുത്തത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അറിയുന്നത് അവർ തന്നെ വേറെ ആവണമെന്നില്ല. ഇതാണ് ഈ പാർട്ടിക്കുള്ള കുഴപ്പമില്ലോ. അത് എവിടം വരെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞിടാ. പക്ഷേ ഈ തരത്തിലുള്ള വളരെ എന്താ പറയണ, ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. എവരെ രംഗത്തിറക്കിയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെയൊക്കെ സീറ്റുകൾ കിട്ടുമായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ ഈ പറയുന്നത് BJP പാർട്ടിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ടോട്ടൽ പോളിംഗ് ഇത് ശതമാനത്തിൽ തന്നെ കാര്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 20% എന്ന് പറയുമ്പോൾ 16% ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ലംഘിച്ചിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാൻഡിഡേറ്റിൻ്റെ മുൻനിർത്തി ആയിരുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ ഈ പാർട്ടി നീങ്ങുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ എന്തൊന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ സാധിക്കുമെന്നുള്ള എൻ്റെ ഒരു ബലമായ സംശയം ഞങ്ങളോട് പങ്കിടുകയാണ്. അതുപോലെ തന്നെ വേറൊരു സ്വല്പം സ്വകാര്യമാണെന്ന് പറയാം. ഞാൻ താമസിക്കുന്ന ശംഖുമുഖം ബീച്ചിനടുത്ത്, ശംഖുമുഖം ബീച്ച് ഒരു തരത്തിലും നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ കുറേ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ട്, മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ കളിയുണ്ട്. അപ്പോൾ ഈയിടയ്ക്ക് അവിടെ ഒരു വലിയ നേവൽ എക്സസൈസ്, ഭയങ്കര വലിയ പരിപാടിയായിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ വന്നു. അതിനുവേണ്ടി ഒരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റ് പോലെ കാര്യമായിട്ട് ബീച്ചിനെ ഒന്ന് നന്നാക്കിയൊക്കെ എടുത്തു. എന്നിട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ വാള് അതറ്റം വരെ ബീച്ചിൻ്റെ അറ്റം വരെ തീർക്കുമെന്നും അതൊക്കെ ചെയ്യാൻ പോകണമെന്നൊക്കെ ആയിരുന്നു വാർത്ത. അത് അങ്ങനെ
ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് അവിടെ DTPC എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. ഇവിടെയാണുള്ള പാരകൾ അത്രയും ഇരിക്കുന്നത്. ഇവരെല്ലാം കൈക്കൂലി കൊടുത്ത് ഈ മത്സ്യത്തൊഴിലാളി യൂണിയനും എല്ലാം കൂടി കയ്യിൽ വെച്ചിരിക്കും. വീണ്ടും ഇപ്പോൾ എന്നും രാവിലെ ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുന്നത് വീണ്ടും അവിടെ ഭയങ്കര മീൻ പിടുത്തവും ഈ പറയുന്ന കൺസ്ട്രക്ഷനൊന്നും ഈ ഇടക്കാലത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ തലസ്ഥാന നഗരിയിൽ ആകെ ഉള്ള ഒരു ഓപ്പൺ സ്പേസിനെ ഇങ്ങനെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മറ്റതും എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറയുക, താറുമാറാക്കുന്ന ഈ പ്രവണതയിലുള്ള ദുഃഖം കൂടി ഞാൻ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.